ജയിലിൽ നിന്നിറങ്ങി ഉനിയിൽ ആദ്യം നന്ദി പറയാൻ പോകുന്നത് അനീഷിൻ്റെ അടുത്തേക്കാണ്. അനീഷ് ഇന്നലെ രാത്രി ഒരുപാട് സമയം ജയിലിൻ്റെ തൊട്ടടുത്ത് അനീഷ് ഉണ്ടായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാനൊന്നും പറ്റില്ല, എങ്കിൽ പോലും അവരുടെ അടുത്ത് പോയി നിന്ന് അനീഷിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു ജയിലിൻ്റെ സമീപത്ത് തന്നെ. അതുകൊണ്ടാണ് ഉനിയിൽ നേരെ അനീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ആദ്യം തന്നെ നന്ദി പറയുന്നത്. അനീഷ് താങ്ക് യു, ഒരുപാട് നേരം അനീഷ് നിന്നു എന്ന് പലരുടെയും അടുത്ത് ഉനിയിൽ പറയുന്നുണ്ട്. ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കൊടുത്തിട്ടുള്ള ജയിൽ ടാസ്കുകളിൽ ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇന്നലെ ഇവർക്ക് കൊടുത്തത്. രാത്രി 2 മണി വരെയൊക്കെ ഞാൻ നോക്കി, പക്ഷേ അത് കഴിഞ്ഞും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടാസ്ക്. എത്ര മണിക്കാണ് ഇവർ സ്റ്റോപ്പ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയും നേരം ഈ ഒരു 5-6-7 മണിക്കൂർ ഓരോ സെക്കൻഡിലും അത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു ഇരുമ്പിൻ്റെ തണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. മാത്രമല്ല അവിടെ എഴുതിയും വെക്കണം, കയ്യും അടിക്കണം. അങ്ങനെ വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ജയിൽ ടാസ്ക്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമീപത്ത് അനീഷ് വന്ന് നിന്ന് ഒരുപാട് നേരം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഉനിയിൽ അനീഷിന് ആദ്യം തന്നെ ചെന്ന് നന്ദി പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ അവർ ജയിൽ മോചിതരായി. അവിടെ എല്ലാവരും ഇന്ന് റെസ്റ്റ് ഡേ ആണല്ലോ, എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എല്ലാവരും 9 മണിക്ക് തന്നെ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലുമായിട്ട് കാണുക. ആരാണ് പുറത്തായത് എന്ന് എപ്പിസോഡ് നടക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.